അതിതീവ്രമായ നിൻലാളനകൾ വ്യാകുലത്തിൻ നേരങ്ങളിൽ വാത്സല്യത്തിൻ തലോടലുകൾ കൂരിരുളിൽ താഴ്വരയിൽ അതിതീവ്രമായ നിൻലാളനകൾ വ്യാകുലത്തിൻ നേരങ്ങളിൽ വാത്സല്യത്തിൻ തലോടലുകൾ ആ നെഞ്ചകത്തിൽ എന്നെ ചേർത്തതോർത്താൽ നന്ദി മാത്രം, നന്ദി മാത്രം. ഇതുവരെ എന്നെ നടത്തിയതോർത്താൽ സ്തുതികളാൽ എന്നുള്ളം നിറഞ്ഞിടുന്നു. അനർത്ഥങ്ങളൊന്നും ഭവിച്ചിടാതെ അതിശയമാ നടത്തിയല്ലോ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് തരുന്നൊരു വചനം 38-ാം സങ്കീർത്തനത്തിൻ്റെ 21ഉം 22ഉം വാക്യങ്ങളാണ്. യഹോവേ, എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയാകുന്ന കർത്താവേ, എൻ്റെ സഹായത്തിനായി വേഗം വരണമേ. ആമേൻ. ഞാൻ ഈ സങ്കീർത്തനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. സത്യം പറഞ്ഞ അതിനകത്ത് സങ്കടങ്ങളും കരച്ചിലുകളും വേദനകളും ഒത്തിരി ഭാരങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓർത്തു, കർത്താവെ, ബലപ്പെടുത്തുന്ന ഒരു വചനം പോലും ഇല്ലല്ലോ. അപ്പോഴാണ് മറ്റൊരു ദൂത് കർത്താവ് തന്നത്. നമ്മുടെ സങ്കടങ്ങളൊക്കെ അതുപോലെ പറയാൻ പിന്നെ ആരാ ഉള്ളേ? നമ്മുടെ അകത്ത് വരുന്ന തോന്നലുകളെല്ലാം അതുപോലെ പറയാൻ വേറെ ആരാ ഉള്ളേ? അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അത് ഭയമാണെങ്കിലും ഭീതിയാണെങ്കിലും ആകുലമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മെ അലട്ടുന്ന സങ്കടങ്ങളാണെങ്കിലും തുറന്നു പറയാം. പഴയൊരു പാട്ടിലെ എന്തു നല്ലൊരു സഹിയേഷു, എല്ലാം തുറന്നു പറയാം. ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ്: അകത്ത് ഇത്രയും ദുഃഖം ഇരിക്കുന്നതിൻ്റെ കാര്യം നീ കർത്താവിനോട് പറയാത്തതുകൊണ്ട്. അപ്പം ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഒരു മൂടുപടവും ഇല്ലാതെ, ഒരു മാസ്കും ധരിക്കാതെ നീ എന്താണോ അത് തുറന്നു പറയണം. നിനക്ക് സങ്കടമുണ്ടോ? പറഞ്ഞോ. നിനക്ക് വേദനയുണ്ടോ? പറഞ്ഞോ. നിനക്ക് ഭാരമുണ്ടോ? പറഞ്ഞോ. ഒരു തിരക്കുമില്ല. എനിക്കിപ്പം വേറെ വലിയ കാര്യം ചെയ്യണം ഒന്നുമില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും സ്തോത്രം, നിന്റെ കൂടെ ഇരുന്ന് നിന്റെ ഭാരങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനായ യേശുവാണ്. ആമേൻ. അകത്ത് വെച്ചുകൊണ്ടിരിക്കരുത് സങ്കടങ്ങളൊന്നും കേട്ടോ. ഭാരമായിക്കൊള്ളട്ടെ പാപമായിക്കൊള്ളട്ടെ, അകത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. അതകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഒന്നെങ്കിൽ അത് രോഗമായി മാറും. ഇവിടെ പറയാതിരുന്നപ്പോൾ രോഗവുമായി തീർന്നു. അദ്ദേഹം തൻ്റെ ഭാരവും പറയുന്നുണ്ട്, തൻ്റെ രോഗവും പറയുന്നുണ്ട്. ഈ പല കാര്യങ്ങളും, പല രോഗങ്ങളുടെയും റൂട്ടുകൾ പോലും നമ്മൾ മനസ്സിനുണ്ടാകുന്ന തകർച്ച, നമ്മുടെ സ്ട്രെസ്സ് കൂടുതലാവുമ്പം ഉണ്ടാകുന്ന പല ശരീരത്തിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കാരണം വരുന്ന രോഗം. ഏകദേശം 85% രോഗങ്ങളും മനസ്സിലുണ്ടാകുന്ന ടെൻഷൻസും സ്ട്രെസ്സും ബോഡിക്കുണ്ടാകുന്ന സ്ട്രെസ്സും ഒക്കെ കാരണം വരുന്ന. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് കർത്താവായിട്ട് സംസാരിക്കുക. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ട് തുറന്ന് സംസാരിക്കണം. കർത്താവിനെ നിങ്ങൾ നല്ല ഫ്രണ്ടായിട്ട് കാണണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. കർത്താവ്, എനിക്ക് മേല, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എല്ലാം തുറന്നു പറയും. ആമേൻ. ഈ ബന്ധത്തിൻ്റെ ആഴം പോലും ഈ തുറന്നുള്ള സംഭാഷണമാണ്.
പക്ഷേ ആ ഹൃദയം കർത്താവുമായിട്ട് പങ്കുവെക്കുമ്പോൾ പിന്നെ നമ്മൾ ആ ദുഃഖത്തിലിരിക്കേണ്ടി വരത്തില്ല. അവൻ നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ ധൈര്യപ്പെടുത്തും. ആമേൻ. നിറകണ്ണുകളോടെ ആയിരിക്കാം കയറി ചെല്ലുന്നത്, പക്ഷെ അവിടെ നിറങ്ങുന്നത് പുഞ്ചിരിയോടെ ആയിരിക്കും, നറുപുഞ്ചിരിയോടെ ആയിരിക്കും. കണ്ണുകൾ നിറയുന്നത് സങ്കടങ്ങൾ ഓർത്തല്ല, സ്നേഹോർത്ത്. ഇത്ര നല്ലൊരു ദൈവത്തെ ഈ ആയുസ്സിൽ നമുക്ക് കിട്ടിയല്ലോ. ഈ കർത്താവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയല്ലോ. കർത്താവിന് നന്ദി പറയണം. എത്രയോ പേർക്ക് ഇത് തെളിഞ്ഞു വരാതിരുന്നപ്പോൾ രക്ഷകനായി, കർത്താവായി, ആത്മമടവാളനായി, പ്രാണപ്രിയനായി, ജീവനായി, പ്രത്യാശയായി ഈ കർത്താവിനെ കിട്ടിയല്ലോ. ഒത്തിരി തിരക്കം ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു മിനിറ്റ് ആ കർത്താവുമായിട്ടൊന്നിരുന്ന് ഒന്ന് സംസാരിച്ചിട്ടേ പോകാവേ. അല്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും സംസാരിക്കാം, വാഹനം ഓടിക്കുമ്പോഴും സംസാരിക്കാം. കൂടെയുണ്ടവൻ, അവനൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഇമ്മാനുവേൽ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒത്തിരി നേരം തുടരും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആശ്വാസത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ ഹൃദയം പകർന്ന് കർത്താവ് അങ്ങയുമായി ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതിന് ഞങ്ങൾ നന്ദിയോടെ യേശുവിന് സ്തോത്രം പറയുന്നു. കർത്താവെ, യേശുവെ നന്ദി പിതാവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, തുറന്ന സംഭാഷണത്തിൽ ഞങ്ങളുടെ വികാരങ്ങൾക്ക് പോലും അങ്ങ് സൗഖ്യം നൽകുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവെ ഒരു ഡിവൈൻ മെൻ്റൽ ഹെൽത്തും ഡിവൈൻ ഇമോഷണൽ ഹെൽത്തും കർത്താവെ അങ്ങ് നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ യേശുവെ അങ്ങിലുള്ള ആശ്രയത്തിലും അങ്ങിൽ തന്നെ രസിച്ചു കൊള്ളുവാനും യേശുവെ അങ്ങിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുവാനും തുറന്ന ഹൃദയത്തോടെ ഒരു മൂടുപടമില്ലാതെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. കർത്താവിനെ കിട്ടിയത് ഓർത്ത് ആനന്ദത്തോടെ പോവുക. സത്യമായിട്ട് കുറച്ച് സമയം കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. തിരക്കല്ലേ, നാളെ കാണാം. കർത്താവെ, നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. അത്ഭുതമാക്കണമേ കർത്താവെ. തുറന്ന് സംസാരിക്കുവാൻ, അങ്ങുമായിട്ടുള്ള സംഭാഷിക്കുവാനുള്ള സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് നിൽക്കുന്നില്ല. കർത്താവെ, അങ്ങയുമായിട്ട് സംസാരിച്ചവർ യാത്ര തുടരട്ടെ. ഈ തലമുറയുടെ ഹാനോക്കാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ പോവുക, കൈ പിടിച്ച് കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുക, ഹാനോക്കിനെ പോലെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഈ മെസ്സേജ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം.